ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പോർഷൻ തന്നെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ വരുന്നത്. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് എന്തിനാണ്, അതിൻ്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു ഒരു മേഖലയാണ് ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കൽ. നമുക്ക് ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും. ആസ് എ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നമുക്കൊരു ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് സിറ്റുവേഷനുകളിൽ, ഒരുപാട് വേദികളിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഫീൽഡിൽ പോവുകയാണെങ്കിൽ തന്നെ അവിടെ അനുബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട, ചിലപ്പം സഡനായിട്ടാവും എന്തെങ്കിലും സംസാരിക്കാൻ പറയുക. അപ്പം അതിനൊക്കെ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളത് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു ക്ലോറിനേഷനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയണം. ഒരു അസുഖത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറയുകയാണെങ്കിൽ നമ്മളും അതിനെ കൃത്യമായിട്ട് അത് പഠിച്ച് നമ്മുടെ ഓർമ്മയിലുണ്ടായാൽ മാത്രമാണ്, അതിൻ്റെ മെത്തേഡുകൾ ഓർമ്മയിലുണ്ടായാൽ മാത്രമാണ് നമുക്ക് ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന ആ പ്രൊസീജിയർ നമുക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, ആരോഗ്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അറിഞ്ഞിരിക്കുന്ന നമ്മളിപ്പോൾ ഒരു ഔദ്യോഗികമായിട്ട് പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. ഇത് മറ്റുള്ളവരിലേക്ക്, ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒരു വലിയൊരു ഗ്രൂപ്പ് ആണെങ്കിലും അവിടേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഈ അറിവുകൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി. ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്ന, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ മെയിൻ ആസ്പെക്ട്സ് ആണ്. ഈസ് ദ ട്രാൻസ്ലേഷൻ എന്ന് പറയും. എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ പറയുക? നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് ചിലപ്പം മറ്റ് ലാംഗ്വേജിലൊക്കെ, ഇപ്പോൾ ഇംഗ്ലീഷിലാവും നമ്മൾ മെയിനായിട്ട് ഓരോ അസുഖങ്ങളെയും കുറിച്ച് പഠിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ അത് മറ്റുള്ളവരിലേക്ക്, സാധാരണ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, മനസ്സിലാവുന്ന തരത്തിൽ ആണ് നമ്മളത് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു പാർട്ടായിട്ട് വരും, ഇല്ലേ? അതിപ്പോൾ പ്രധാനമായിട്ട് അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ നമുക്ക് ഫസ്റ്റിൽ മുതൽ തുടങ്ങാം. ആസ് എ പ്രോസസ് എയിംഡ് ടു എൻകറേജിങ് പീപ്പിൾ ടു വാണ്ട് ടു ബി ഹെൽത്തി. അവർ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ആളുകൾ, ഒരു ഗ്രൂപ്പാണെങ്കിലും ഇൻഡിവിജ്വൽ ആണെങ്കിലും, അവർ നല്ല രീതിയിൽ അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഹെൽത്ത് എഡ്യൂക്കേഷൻ. ടു നോ ഹൗ ടു സ്റ്റേ ഹെൽത്തി, എങ്ങനെയാണ് ആരോഗ്യകരമായിട്ട് ഇരിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ട് അവർക്ക് ഈ ആരോഗ്യ സംവിധാനങ്ങൾ ഏത് തരത്തിലാണ് അവർക്ക് ഉപയോഗപ്രദമാക്കേണ്ടത്, ഇതിനൊക്കെ കുറിച്ചിട്ടായിരിക്കണം ഹെൽത്ത് എഡ്യൂക്കേഷൻ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓരോ സിസ്റ്റം, ഓരോ സമ്പ്രദായങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിലും ഓരോ അസുഖങ്ങളുടെ കെയർ ആണെങ്കിൽ കൂടെ അത് ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലായിരിക്കണം പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ കോവിഡിൻ്റെ സമയത്ത് തന്നെ നമ്മൾ നോക്കിയില്ലേ, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മാസ്ക് ഉപയോഗിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, പോസിറ്റീവായ പേഷ്യൻസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവരെ ക്വാറൻറ്റൈൻ ചെയ്യുന്നു, മറ്റ് തരത്തിലുള്ള കോണ്ടാക്റ്റുകളൊന്നും ഇല്ലാത്ത രീതിയിൽ. അതൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഓരോ അസുഖത്തിൻ്റെയും ഭീകരാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു, അത് എങ്ങനെയാണ് പകരുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു, അത് മറ്റുള്ളവരുടെ ജീവൻ അപകടപ്പെടുത്താത്ത രീതിയിൽ ആ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഫാമിലിയെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതികളാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. അതിനകത്തൊരു പ്രധാന പോയിന്റ് വരുന്നത് അൽമ ആട്ട ഡിക്ലറേഷനാണ്. 1978 വന്നിരിക്കുന്ന അൽമ ആട്ട ഡിക്ലറേഷനിലാണ് ഇങ്ങനെ ഇതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എ പ്രോസസ് ദാറ്റ് എയിംഡ് ടു എൻകറേജിങ് പീപ്പിൾ ടു വാണ്ട് ടു ബി ഹെൽത്തി, ടു നോ ഹൗ ടു സ്റ്റേ ഹെൽത്തി, ടു ഡു വാട്ട് ദേ ക്യാൻ ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു സീക്ക് ഹെൽപ്പ് വെൻ നീഡഡ്. അൽമാട്ട ഡിക്ലറേഷനിൽ വന്നിരിക്കുന്ന
ഡിക്ലറേഷനിലത്തെ ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ആ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് നോക്കിയാൽ അൽമ ആട്ട ഡിക്ലറേഷൻ നിലവിൽ വന്നത് 1978 അൽമ ആട്ട ഡിക്ലറേഷൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് പോകണം. അൽമ ആട്ട ഡിക്ലറേഷൻ 1978 അൽമ ആട്ട ഡിക്ലറേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ മറ്റ് പോയിന്റുകളിലേക്ക് പോകാം. ഓക്കെ, അതിൻ്റെ എയിം എന്താണ്, ലക്ഷ്യങ്ങളും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, അത് എങ്ങനെ പറയുന്നത്, എൻ്റെ ലക്ഷ്യങ്ങളായിട്ട് എന്തൊക്കെ പറയുന്നത്? ടു എൻകറേജ് പീപ്പിൾ ടു അഡോപ്റ്റ് ആൻഡ് സസ്റ്റെയിൻ ഹെൽത്ത് പ്രൊമോട്ടിംഗ് ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രാക്ടീസ്. അവരുടെ ഇപ്പോൾ ഒരു വ്യക്തിപരമായിട്ടോ ഒരു ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ എന്ത് വേണം, എൻകറേജിങ് പീപ്പിൾ ടു അഡോപ്റ്റ് സസ്റ്റെയിൻ ആൻഡ് ഹെൽത്ത് പ്രൊമോട്ടിംഗ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അവർക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ്, അവർക്ക് ഹെൽത്ത് പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള ഒരു ജീവിത രീതികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരിക്കണം ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. ടു പ്രൊമോട്ട് ദി പ്രോപ്പർ യൂസ് ഓഫ് ഹെൽത്ത് സർവീസ് ടു പ്രൊവൈഡ് ദം. അവർക്ക് അനുയോജ്യമായിട്ടുള്ള എങ്ങനെ ഒരു ഹെൽത്ത് സർവീസ്, എന്തൊക്കെ തരത്തിലുള്ള സർവീസാണ് അവർക്ക് വേണ്ടത്. ടു പ്രൊമോട്ട് ദി പ്രോപ്പർ യൂസ് ഓഫ് ഹെൽത്ത് സർവീസ്, അത് നല്ല രീതിയിൽ അവർ ഉപയോഗപ്രദമാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതും അതിൻ്റെ എയിംസ് ലക്ഷ്യത്തിൽ വരുന്നതാണ്. ടു അറോസ് ഇൻട്രസ്റ്റ്, പ്രൊവൈഡ് ടു ന്യൂ നോളജ്, ഇംപ്രൂവ് സ്കിൽ ആൻഡ് ചേഞ്ച് ആറ്റിറ്റ്യൂഡ് ഇൻ മേക്കിംഗ് റേഷണൽ ഡിസിഷൻ ടു സോൾവ് ദെയർ ഓൺ പ്രോബ്ലം. സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു താല്പര്യം വർദ്ധിപ്പിക്കുക, അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ നേടിയെടുക്കാൻ സഹായിക്കുക, അല്ലേ? അവരുടെ ആറ്റിറ്റ്യൂഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു അസുഖം എന്താണ്, അവർ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ജീവിത രീതികളിലത്തെ അസുഖങ്ങളായിരിക്കാം, അവരുടെ ദുശീലങ്ങളും കാര്യങ്ങളും അങ്ങനെ വന്നിരിക്കുന്ന അസുഖങ്ങളായിരിക്കാം. ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ താല്പര്യപ്പെടുത്തുക, അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനങ്ങൾ എടുക്കണം. ഇന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു താല്പര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. അവസാനമായിട്ട് പറയുന്നത് ടു സ്റ്റിമുലേറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി സെൽഫ് റിലയൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ടു അച്ചീവ് ഹെൽത്ത് ഡെവലപ്മെൻറ്റ്. അവരെ എന്ത് വേണം, ഒരു അച്ചീവ്മെൻ്റ് ആണല്ലേ ആരോഗ്യ സംരക്ഷണം, അല്ലെങ്കിൽ ഉയർന്ന ആരോഗ്യ നിലവാരം അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിപ്പോൾ ഇൻഡിവിജ്വൽ ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും അവരതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. അവർ ഹെൽത്ത് ഡെവലപ്മെൻറ്റിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ഇപ്പം ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഇത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഒരു സമീപന രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? നമ്മളിപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, പക്ഷേ എല്ലാവരെയും ഒരേ തരത്തിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, ഒരേ രീതിയിൽ നമുക്ക് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഏതൊക്കെ തരത്തിലാണ് അവർ ഈ ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സമീപനങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതാണ് അടുത്ത് പറയുന്നത്. അപ്രോച്ച് ടു ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റിൽ വരുന്നത് റെഗുലേറ്ററി അപ്രോച്ചാണ്, അല്ലേ? റെഗുലേറ്ററി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്, നമുക്ക് നാല് തരത്തിലുള്ള അപ്രോച്ചുകളുണ്ട്. 1 by 1 ആയിട്ട് പോവാം. ഫസ്റ്റിൽ വരുന്നത് റെഗുലേറ്ററി അപ്രോച്ചാണ്. എന്താണ് അതിൻ്റെ മാനേജർ പ്രിവെൻഷൻ എന്ന് കൂടി പറയും. അത് റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളും ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതിൽ പറയുന്നത് ഗവൺമെൻറ്റൽ ഇൻ്റർവെൻഷൻ ടു ആൾട്ടർ ഹ്യൂമൻ ബിഹേവിയർ. ഗവൺമെൻറ്റൽ ഇൻ്റർവെൻഷൻ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവും, അല്ലേ? ആൾട്ടർ ഹ്യൂമൻ ബിഹേവിയർ, അത് മനുഷ്യരുടെ ആ ബിഹേവിയറിൽ കൃത്യമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ അത് വരുന്നത് റെഗുലേറ്ററി അപ്രോച്ചിൽ വരുന്നതാണ്. റേഞ്ചസ് ഫ്രോം പ്രൊഹിബിഷൻ ടു ഇംപ്രസ്മെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇപ്പം ഒരു റെഗുലേറ്ററി അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇപ്പം പല സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ പുകവലിയായിരുന്നത് മറ്റും നമ്മൾ പല സ്ഥലങ്ങളിലും സ്റ്റിക്കറുകളും എല്ലാം ബാനറുകളൊക്കെ വെച്ചിട്ടുണ്ടാവും, അല്ലേ? അതൊക്കെ ഒരു റെഗുലേറ്ററി ഒരു അപ്രോച്ചാണ്, നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പുകളാണ് കൊടുക്കുന്നത്. അതിന് ഇതിൽ പറയുന്നത് റേഞ്ചസ് ഫ്രം പ്രൊഹിബിഷൻ ടു ഇംപ്രസ്മെൻറ്റ്. അത് പ്രൊഹിബിഷൻ നമ്മളിപ്പം ഈ പുകവലിയായിരുന്നിട്ടുള്ള ആ ഒരു സ്റ്റിക്കർ വെച്ചിരിക്കുന്നത് അവിടെ അത് പാടില്ല, അങ്ങനെ അത് നിയമമാണത്. ആ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇപ്പം പബ്ലിക് ഹെൽത്ത് ആക്ട്, കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് നിലവിൽ വന്നിരിക്കുന്നു, 2023 നിലവിൽ വന്നിരിക്കുന്നു. അതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
അതും വരുന്നത് ഈ റെഗുലേറ്ററി അപ്രോച്ചിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഈ ഈ പ്രൊഹിബിഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇംപ്രിസൺമെൻറ്റ് വരെ നമുക്ക് ചിലപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ അവർക്ക് ഒരു തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചൈൽഡ് മാരേജ് ആക്ട്, മാരേജ് റെസിസ്റ്റൻ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലികാ വിവാഹം, അത്തരത്തിലുള്ള കാര്യങ്ങൾ. കമ്പൾസറി സീറ്റ് ബെൽറ്റ് ലോസ്, ഡ്രൈവിങ്ങിൽ ട്രാഫിക്കിൽ വരുന്ന നിയമങ്ങൾ വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് കമ്പൾസറി ആണ്. അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമാണ്. ഇപ്പം പിന്നെ ഈ AI ക്യാമറയും കാര്യങ്ങളൊക്കെ നിരവധി ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ഒരു നിയന്ത്രണ അതീതമായിട്ടാണ് പോകുന്നത്. എന്നാൽ കൂടെ ഇതൊക്കെ ഒരു റെഗുലേറ്ററി അപ്രോച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സിമ്പിളായിട്ടുള്ളതാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നത്, സീക്സ് ചേഞ്ച് ഇൻ ഹെൽത്ത് ബിഹേവിയർ ത്രൂ എക്സ്റ്റേണൽ കൺട്രോൾ. ഒരു എക്സ്റ്റേണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗവൺമെൻറ് ഇൻ്റർവെൻഷനാണ് വരുന്നത്. സർക്കാരിൻ്റെ ഒരു കൺട്രോൾ വരുന്ന അതുവഴി ആ ഒരു കൺട്രോൾ വഴി അവരുടെ സ്വഭാവത്തിൽ ഒരു ആരോഗ്യ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെഗുലേറ്ററി അപ്രോച്ച് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് അതിൻ്റെ സർവീസാണ് വരുന്നത്. എന്താ പറയുന്നത്, സർവീസ് അപ്രോച്ചിൽ രണ്ടാമത്തെ പോയിൻ്റാണ് സർവീസ് അപ്രോച്ച്. നമ്മൾ ഫസ്റ്റിൽ റെഗുലേറ്ററി അപ്രോച്ച് പഠിച്ചു, രണ്ടാമത് വരുന്നത് സർവീസ് അപ്രോച്ചാണ് വന്നിരിക്കുന്നത്. ഇംപ്ലിമെൻറ്റഡ് ബൈ ബേസിക് ഹെൽത്ത് സർവീസ് ഇൻ 1960s. 1960 തന്നെ ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സർവീസ് അപ്രോച്ച് ബേസിക് ഹെൽത്ത് സർവീസായിട്ട് 1960 ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡെലിവർ ഹെൽത്ത് സർവീസ് ഡയറക്റ്റ്ലി ടു പീപ്പിൾസ് ഡോർ സ്റ്റെപ്പ്. അവരുടെ വാതിൽപ്പടിയിലേക്ക് എത്തുന്ന രീതിയിലാണ് സർവീസ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഡെലിവർ ഹെൽത്ത് സർവീസ് ഡയറക്റ്റ്ലി ടു പീപ്പിൾസ് ഡോർ സ്റ്റെപ്പ്. അവർക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് അവരുടെ വാതിൽപ്പടിക്കയിലേക്ക് ആരോഗ്യ സംവിധാനങ്ങൾ, സേവനങ്ങൾ എത്തുന്ന രീതിയിലാണ് സർവീസ് അപ്രോച്ച് 1960 ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫെയിലിയർ റീസൺ എന്ന് പറയുമ്പോൾ നോട്ട് അലൈൻ വിത്ത് ദി ഫെൽറ്റ് നീഡ് ടു ദി പീപ്പിൾ. അവരൊക്കെ അതിൻ്റെ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മറ്റൊരു വശം, ഒരു ഫെയിലിയർ റീസൺ എന്ന് പറയുമ്പോൾ നോട്ട് അലൈൻഡ് വിത്ത് ഫെൽറ്റ് നീഡ്സ് ഓഫ് ദി പീപ്പിൾ. അവർക്ക് എന്താണോ ആവശ്യമുള്ളത്, ആവശ്യമുള്ള സേവനങ്ങൾ കൃത്യമായിട്ട് എത്തുന്നില്ല എന്നത് അതിലൊരു ഫെയിലിയർ റീസൺ ആയിരുന്നു. അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നതിൽ ഫ്രീ വാട്ടർ സെയിൽ ലാട്രിൻസ് വെർ അൺയൂസ്ഡ് ആൻഡ് ദേ ഡിഡ്ന്റ് മാച്ച് ലോക്കൽ ഹാബിറ്റ്സ്. അത്തരം കാര്യങ്ങളാണ് അതിൻ്റെ സർവീസ് അപ്രോച്ചിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫെയിലിയർ റീസണും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സർവീസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും അടുത്ത നമുക്ക് ഡോർ സ്റ്റെപ്പിലേക്ക് ആരോഗ്യ സേവനങ്ങൾ ഡെലിവർ ചെയ്യുന്നതാണ് സർവീസ് അപ്രോച്ച് ആയിട്ട് വരുന്നത്. അടുത്തത് വരുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ചാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ചിൽ എന്ത് തരത്തിലാണ് വരുന്നത് നോക്കാം. അഡ്രസ്സസ് ഇഷ്യൂ റിക്വയറിംഗ് ബിഹേവിയർ ചേഞ്ചസ് ത്രൂ എഡ്യൂക്കേഷണൽ അപ്രോച്ച്. അഡ്രസ്സസ് ഇഷ്യൂസ് റിക്വയറിംഗ് ബിഹേവിയർ ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന തരത്തിലാണ് നമ്മൾ അവർ അപ്രോച്ച് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നതും. അഡ്രസ്സസ് ഇഷ്യൂ റിക്വയറിംഗ് ബിഹേവിയർ ചേഞ്ചസ് ത്രൂ എഡ്യൂക്കേഷണൽ അപ്രോച്ച്. നമ്മൾ അവരുടെ ഇഷ്യൂകൾ, അവർക്ക് എന്തെങ്കിലും ബിഹേവിയർ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നമ്മൾ അവർക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ വിവരങ്ങൾ കൊടുക്കുന്നു, അത് പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എഡ്യൂക്കേഷണൽ അപ്രോച്ചിൽ വരുന്നത്. there are many problems വരുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്? ഇപ്പോൾ സ്മോക്കിംഗ് വരുന്നുണ്ട്, അൺസേഫ് യൂസ് ഓഫ് സേഫ് വാട്ടർ സപ്ലൈ, ഫെർട്ടിലിറ്റി കൺട്രോൾ, വിച്ച് ക്യാൻ ബി സോൾവ്ഡ് ഓൺലി ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ അറിയാം എന്താണ് ഇപ്പം സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ടുബാക്കോ യൂസ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ക്യാൻസറിന് കാരണമാകുന്നതാണ് ടുബാക്കോ യൂസ്. അതേപോലെ തന്നെ സേഫായിട്ടുള്ള കുടിവെള്ളം ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും. കോളറ, മഞ്ഞപ്പിത്തം, അത്തരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾ അതുവഴി അസുഖങ്ങൾ വരും. ഫെർട്ടിലിറ്റി കൺട്രോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് തരത്തിലാണ് നമുക്ക് ഡയറക്റ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴിയിലാണ് അവർക്ക് ആരോഗ്യ വിദ്യാഭ്യാസം കൊടുത്താലാണ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുവഴിയുള്ള അപ്രോച്ചാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയുന്നത് റിയലൈസ് ഓൺ ഇൻഫോംഡ് ഇൻഡിവിജ്വൽസ് മേക്കിംഗ് ചോയ്സ് ഇല്ലേ. അവർക്ക് ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചോയ്സുകളുണ്ട്.
റിയലൈസ് ഓൺ ഇൻഫോംഡ് ഇൻഡിവിജ്വൽ മേക്കിംഗ് ചോയ്സ്. അപ്പോൾ നമ്മൾ ഈ ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുന്നത് വഴി അവർക്കത് അവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാവുന്നുണ്ട്. സ്ലോ ബട്ട് എൻഡ്യൂറിങ് റിസൾട്ട്. അത് പക്ഷേ എന്താണ് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൂടി അതിനൊരു നല്ല റിസൾട്ട് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. അതിൻ്റെ ഒരു വർക്കിംഗ് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. കാരണം ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി പറയുന്നു, ആ ഒരു ഗവൺമെൻറ് പോളിസി, ആ ഗവൺമെൻറ് നിയമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, ആരോഗ്യപരമായിട്ട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, നല്ല വശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വ്യക്തിക്കും കൃത്യമായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കാലതാമസം വരുന്നുണ്ട്. അതാണ് പറയുന്നത് സ്ലോ ബട്ട് എൻഡ്യൂറിങ് റിസൾട്ട്. ഇനി എന്താ പറയുന്നത്, ഇൻവോൾവ് മാസ് മീഡിയ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരുന്നതാണ്, മാസ് മീഡിയയിൽ വരുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ നമുക്ക് ഇഷ്ടംപോലെ അപ്ഡേറ്റുകളൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം ഒരു അസുഖങ്ങൾ വരുന്നതും അത് സ്പ്രെഡ് ആവുന്നതും അതുപോലെ തന്നെ അത്തരം ന്യൂസുകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളും അതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ഇഷ്ടംപോലെ ന്യൂസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മീഡിയാസുകൾ ഉപയോഗിച്ച് ഇൻവോൾവ്മെൻറ്റ് മാസ് മീഡിയ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസം നമുക്ക് കൃത്യമായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് വഴി കൊടുക്കാൻ പറ്റും. ഇനി എന്താ പറയുന്നത്, സിൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറൽ പാറ്റേൺ ആർ ഫോംഡ് ഏർലി ഇൻ ലൈഫ്, സ്റ്റാർട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ വിത്ത് യങ് പോപ്പുലേഷൻ. ഏറ്റവും നേരത്തെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ആരോഗ്യ വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ഏറ്റവും ചെറിയ വയസ്സിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. അത് ഏറ്റെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ആരോഗ്യപരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ജീവിത രീതി അവർക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും. ദി അസംഷൻ ദാറ്റ് ബിഹേവിയർ ഈസ് മോർ ഈസിലി കൺട്രോൾ ഡെവലപ്ഡ് ഇൻ യങ് പോപ്പുലേഷൻ ദാൻ അഡൽട്ട്. അവർക്ക് എന്താ പറയുന്നത്, യങ് പീപ്പിൾസിനാണ് പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. ഒത്തിരി പ്രായമായിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ഇതേപോലെ ഇപ്പം സ്മോക്കിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറയുകയാണെങ്കിൽ അവർക്ക് ആ ഒരു രീതി, അവരുടെ സ്വഭാവ രീതി മാറ്റിയെടുക്കാൻ ഒരുപാട് കാലതാമസം വരും. ചിലരത് റിജക്റ്റ് ചെയ്യും. അപ്പം അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് യങ് പീപ്പിൾസിലാണ്, യുവജനങ്ങളിലാണ്. ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുകളും ആരോഗ്യകരമായിട്ടുള്ള ഇൻഫർമേഷനുകളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ അത് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു ദൂഷ്യ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അവർക്ക് അത് മാറ്റിയെടുക്കാനൊക്കെ യങ്സ്റ്റേഴ്സിലാണ് കൂടുതൽ സാധ്യതകളുള്ളത്. കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് യങ്സ്റ്റേഴ്സിലാണ്. ഇനി അടുത്ത അപ്രോച്ച് വരുന്നത് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചാണ്, പ്രാഥമിക ആരോഗ്യ സേവനം. അതിലെന്താ പറയുന്നത്, പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിൽ എന്താ പറയുന്നത്, പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിൽ ബേസ്ഡ് ഓൺ ദി ഇൻ്റർസെക്ടോറിയൽ കോർഡിനേഷൻ. ഇൻ്റർസെക്ടോറിയൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബഹുജന പങ്കാളിത്തം. പല സെക്ഷനുകളിൽ പല സെക്ടറുകളിലുള്ള ആളുകളുടെ ഏകോപനമാണ് ഈ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിൽ വരുന്നത്. ഇൻ്റർസെക്ടോറിയൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തമ്മിലുള്ള ഒരു ഏകോപനം ഉണ്ടായാൽ മാത്രമാണ്. അത് പല ഡിപ്പാർട്ട്മെൻറ്റുകളാവാം, പല വിങ്ങുകളാവാം, പല നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ പല തലങ്ങളിലുള്ള ആളുകളാവാം. ഇവരെല്ലാം ഒത്തുചേർന്നാൽ മാത്രമാണ് ഈ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് വരുന്നത്, അല്ലേ? അതിൻ്റെ ഒബ്ജക്റ്റീവ് പറയുമ്പോൾ എംപവർ ഇൻഡിവിജ്വൽ ടു ബി സെൽഫ് റിലയൻറ്റ് ഇൻ ഹെൽത്ത് മാറ്റേഴ്സ്. ഓരോ വ്യക്തികളെയും സ്വതന്ത്രമായിട്ടുള്ള അവരെ എംപവർ ചെയ്യുക എന്ന് പറയും. അവരെ ശക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈമറി ഹെൽത്ത് കെയർ വഴി അതിൻ്റെ ഒബ്ജക്റ്റീവ് പറയുന്നത് അവരെ ശക്തീകരിക്കുക. ഓരോ വ്യക്തിപരമായിട്ട് എല്ലാവരും ശക്തീകരിക്കുന്ന രീതിയിലാണ് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിൽ വരുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടത്, റിക്വയർസ് ഗൈഡൻസ് ഫ്രം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഫോർ ഐഡൻറ്റിഫൈ ആൻഡ് സോൾവിങ് ദി ഹെൽത്ത് പ്രോബ്ലംസ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് പോകണം. ഒരു ഗൈഡൻസ് വഴിയാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ആ ഒരു ഹെൽത്ത് പ്രോബ്ലംസ്, ഓരോ വ്യക്തിയുടെയും ഹെൽത്ത് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും ഉള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം റിക്വയർ ഗൈഡൻസ് ആണ് പറയുന്നത്. ഓരോ വ്യക്തിക്കും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിപ്പം ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു ഗ്രൂപ്പിനാണെങ്കിലും തന്നെ ഈ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് വഴി അവരുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് സ്വയം സോൾവ് ചെയ്യാൻ കഴിയുന്നവരൊക്കെ സ്വയം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാണ്. ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് ഫ്രം
പ്രീവിയസ് അപ്രോച്ചസ്. ഇതിൻ്റെയൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രീവിയസ് അപ്രോച്ചുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ റെഗുലേറ്ററി അപ്രോച്ച് എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ സർവീസ് അപ്രോച്ച് പഠിച്ചു, ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് പഠിച്ചു. ഇതിൻ്റെയൊക്കെ എല്ലാം കൂടി വരുന്നതാണ് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിൽ. ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് ഫ്രം പ്രീവിയസ് അപ്രോച്ചസ്. ഇതിൻ്റെയൊക്കെ മുന്നേ പഠിച്ചിരിക്കുന്ന അപ്രോച്ചുകളെല്ലാം അതിൻ്റെ എല്ലാം ചേർന്നിട്ടുള്ള എല്ലാം കൂടി വരുന്നതാണ് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിൽ വരുന്നത്. അതൊരു ഇൻ്റർ സെക്ടോറിയൽ കോർഡിനേഷനാണ് വരുന്നത്. പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് ബേസ്ഡ് ഓൺ ഇൻ്റർ സെക്ടോറിയൽ കോർഡിനേഷൻ വഴിയാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ മോഡൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോഡൽസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ അല്ലേ, ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ മോഡൽസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് നോക്കുന്നത്. എന്തൊക്കെ മോഡൽസാണ് വരുന്നത്? മെഡിക്കൽ മോഡലുണ്ട്, മോട്ടിവേഷണൽ മോഡലുണ്ട്, സോഷ്യൽ ഇൻ്റർവെൻഷൻ മോഡലുണ്ട്. അപ്പോൾ മോഡൽസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എന്തൊക്കെയാണ്? മെഡിക്കൽ മോഡൽ, അതുപോലെ തന്നെ മോട്ടിവേഷണൽ മോഡൽ, സോഷ്യൽ ഇൻ്റർവെൻഷണൽ മോഡൽസ്. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഓരോ മോഡലുകൾ എന്തൊക്കെയാണെന്ന് നോക്കി പോകാം. മെഡിക്കൽ മോഡലിലേക്ക് വരുമ്പോൾ എന്താണ് മെഡിക്കൽ മോഡലിൽ വരുന്നത്? എയിം അറ്റ് ദി റെക്കഗ്നിഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ്. എന്താണ് എയിം ചെയ്യുന്നത്? അസുഖങ്ങളുടെ റെക്കഗ്നിഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ്, അസുഖങ്ങളെ തിരിച്ചറിയുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് മെഡിക്കൽ മോഡലിൽ അത് ലക്ഷ്യം വയ്ക്കുന്നത്. ഡിസമിനേഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ദി സയൻറ്റിഫിക് ഫാക്റ്റ് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെയാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഓരോ അസുഖങ്ങളും അതിനെ കൃത്യമായിട്ട് അസുഖങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ, ശാസ്ത്രീയമായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്കതിന് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ തരത്തിലാണ് മെഡിക്കൽ മോഡൽ വരുന്നത്. സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ഫാക്ടർ വേർ ത്രൂ ടു ബി ലിറ്റിൽ ഓർ നോൺ ഇമ്പോർട്ടൻസ്. അതിലെന്താ വരുന്നത്? സോഷ്യലും കൾച്ചറലായിട്ടുള്ള ആ ഫാക്ടേഴ്സുകൾ, സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സുകളൊന്നും വേർ ത്രൂ ടു ബി ലിറ്റിൽ ഓർ നോ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻസ് ഒന്നും മെഡിക്കൽ മോഡലിനകത്തേക്ക് വരുന്നില്ല. ഇനി എന്താ പറയുന്നത്? ഡിഡ് നോട്ട് ബ്രിഡ്ജ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ നോളജ് ആൻഡ് ബിഹേവിയർ. ഇപ്പോൾ നമുക്കറിയാമല്ലേ, ഇപ്പം ഒരു നോളജ് ആൻഡ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവിടെ നിന്ന് ഈ ബിഹേവിയർ ചേഞ്ചസ് വരുന്നത് അത് ആ ഗ്യാപ്പിനകത്ത് മെഡിക്കൽ മോഡലിൽ ഒരു ബ്രിഡ്ജ് വരുന്നില്ല. ശരിക്കും മെഡിക്കൽ മോഡൽ എന്തിനാണ് ബേസ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ഫാക്ടറുകൾ മാത്രമാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു നോളജ് ആൻഡ് ബിഹേവിയർ തമ്മിലുള്ള ആ ഗ്യാപ്പിനകത്ത് ഒരു ബ്രിഡ്ജ് ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? തമ്മിൽ കൂട്ടി ഇണക്കുന്നത്, കൂട്ടി ബന്ധിക്കുന്ന തരത്തിലുള്ള ഒന്നും മെഡിക്കൽ മോഡലിനകത്ത് വരുന്നില്ല. അവിടെ കൃത്യമായിട്ടും അതിന് ആ ഒരു അസുഖത്തിൻ്റെ സയൻറ്റിഫിക് ഫാക്റ്റുകൾ മാത്രമാണ് അവിടെ വരുന്നത്. അടുത്തത് വരുന്നത് മോട്ടിവേഷണൽ മോഡലാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ മോഡൽസിൽ രണ്ടാമത് വരുന്നത്. ഫസ്റ്റ് നമ്മൾ മെഡിക്കൽ മോഡലായിരുന്നു പഠിച്ചത്. അടുത്ത് വരുന്നത് മോട്ടിവേഷണൽ മോഡലാണ്. എന്താണ് മോട്ടിവേഷണൽ മോഡലിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിൽ ഫസ്റ്റ് വരുന്നത് അവയർനെസ് വരുന്നുണ്ട്, അവബോധം അല്ലേ. ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഗെയിനിങ് ജനറൽ ഇൻഫർമേഷൻ അബൌട്ട് സബ്ജക്റ്റ്. ഒരു വിഷയത്തെക്കുറിച്ച് ഫസ്റ്റ് കൊടുക്കുന്ന ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഗെയിനിങ് ജനറൽ ഇൻഫർമേഷൻ. ആദ്യമായിട്ട് ഫസ്റ്റിലെ കൊടുക്കുന്ന ഒരു ജനറൽ ഇൻഫർമേഷനാണ്, ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് അവയർനെസ് എന്ന് പറയുന്നത്. ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫസ്റ്റ് ക്രിയേറ്റ് അവയർനെസ് ഓഫ് ഹെൽത്ത് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ത്രൂ പ്രോഗ്രാം ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ. ഇപ്പോൾ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ അവയർനെസ് എങ്ങനെ കൊടുക്കുക? നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ക്രിയേറ്റ് അവയർനെസ് ഓഫ് ഹെൽത്ത് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അവർക്ക് അവരുടെ ആരോഗ്യത്തിൻ്റെ ഇപ്പം പ്രോബ്ലംസും അതുപോലെ തന്നെ അവരുടെ നീഡ്സ്, ആവശ്യകതകളും എന്തൊക്കെയാണെന്നുള്ള ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കലാണ്. അതൊരു പബ്ലിക് ഇൻഫർമേഷൻ വഴിയാണ്. ത്രൂ പ്രോഗ്രാം ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ വഴി അവയർനെസ് കൊടുക്കലാണ് മോട്ടിവേഷണൽ മോഡലിൻ്റെ ഫസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പം എന്താ വേണ്ടത്? ഈ അവയർനെസ്സിന് എന്ത് വേണം?
നമുക്ക് ആ ഒരു ഫസ്റ്റിലെ ഒരു ഇനീഷ്യൽ സ്റ്റേജാണ് ഒരു അസുഖത്തിൻ്റെയും ഒരു സബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ് അവയർനെസ്സിൻ്റെ. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ജനറൽ ഇൻഫർമേഷൻ കൊടുക്കുക, അത് തന്നെയാണ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോട്ടിവേഷണൽ മോഡലിൽ. ഇനി അടുത്ത് വരുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഷുഡ് ബി ഇൻവോൾവ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു പാസിംഗ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ. അതല്ലേ, ആ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൊടുത്താൽ മാത്രമാണ് നമ്മൾ അവയർനെസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ കൊടുക്കുന്ന ഒരു ജനറൽ ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ അതിലെന്ത് ചെയ്യും, ഹെൽപ്പ് ദി ഇൻഡിവിജ്വൽ പാസിംഗ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ. ആ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പം അസുഖത്തിൻ്റെ ഒരു സ്റ്റേജിലാവും, അത് മറ്റൊരു സ്റ്റേജിലേക്ക് എത്താത്ത രീതിയിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ കൊണ്ട് നമുക്ക് സാധിക്കും. അവയർനെസ്സിൻ്റെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് ഇൻഡിവിജ്വൽ ടു പാസിംഗ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ, മറ്റൊരു തലത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും അല്ലേ. അപ്പം അവയർനെസ് വഴി അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക നമ്മൾ മോട്ടിവേഷൻ മോഡലിൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് വരുന്നത് മോട്ടിവേഷൻ തന്നെയാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, more awareness is not of much value unless it lead to motivation. Mere awareness not much value unless it leads motivation. അപ്പോൾ എന്താ മോട്ടിവേഷൻ എന്താ പറയുന്നത്, മിയർ അവയർനെസ് ഈസ് നോട്ട് മച്ച് വാല്യൂ അൺലെസ് ഇറ്റ് ലീഡ് ടു മോട്ടിവേഷൻ. കേവലമായിട്ടുള്ള ഒരു അവബോധം നമുക്ക് എന്താണ് ഒരു പ്രചോദനത്തിന് നയിക്കുന്നില്ലെങ്കിൽ അത് പിന്നെ ആ ഒരു എന്താ ഒരു മോട്ടിവേഷനെ കൊണ്ട് വലിയ മൂല്യം ഉള്ളതൊന്നും ആയി കണക്കാക്കുന്നില്ല. അപ്പം ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്, നമുക്ക് കൃത്യമായിട്ട് അവർക്കത് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതിന് വേണ്ടിയിട്ടുള്ള ഉതകുന്നതായിരിക്കണം മോട്ടിവേഷൻ. അവരുടെ ബിഹേവിയർ ചേഞ്ച്, അവരുടെ സ്വഭാവങ്ങളിലുള്ള മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം മോട്ടിവേഷൻ. അപ്പം ഇത്തരം മോട്ടിവേഷനുകളിൽ ഇപ്പം ഈ ഒരു കാര്യപ്രദമല്ലാത്ത നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, അതിന് ഒരു പ്രയോജനമില്ലാത്ത കുറേ മോട്ടിവേഷൻ ഉണ്ടാവും അല്ലേ. അതിനകത്ത് കൃത്യമായിട്ടുള്ള എന്താ പറയുക ഒരു സബ്ജക്റ്റൊന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള മോട്ടിവേഷനൊന്നും എന്താ പറയുക അവർ നല്ല രീതിയിലുള്ള അവരുടെ ഒരു ഹെൽത്ത് പ്രൊമോഷനിലേക്ക്, അവർ ആരോഗ്യ സംരക്ഷണത്തിലേക്ക്, അവർ ഉയർന്ന നിലവാരങ്ങളിലേക്ക് അവർ എത്തുന്നില്ലെങ്കിൽ അതിനെ കൊണ്ട് വലിയ ഉപകാരങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം എന്തൊക്കെയാണ് മോട്ടിവേഷനിൽ എന്തൊക്കെയാണ് വേണ്ടത്, ആ മോട്ടിവേഷനിൽ ഉണ്ടായിരിക്കേണ്ട സ്റ്റേജുകൾ എന്തൊക്കെയാണ് നോക്കാം. അതിൽ വേണ്ടത് ഇൻട്രസ്റ്റ് വേണം, താല്പര്യം വേണം, എവല്യൂഷൻ ഉണ്ടായിരിക്കണം, ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കണം. അപ്പം മോട്ടിവേഷൻ്റെ ആ സ്റ്റേജുകളിലൂടെയാണ് നമുക്ക് ആ കൃത്യമായിട്ടുള്ള അവർക്കൊരു ആരോഗ്യ വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഒരു അവബോധം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അപ്പം എന്തൊക്കെയാണ് മോട്ടിവേഷൻ്റെ സ്റ്റേജുകൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യം ഫസ്റ്റിൽ വരുന്നത് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഇൻട്രസ്റ്റിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഇൻഡിവിജ്വൽ എവിൻസസ് ഇൻട്രസ്റ്റ് ദി സബ്ജക്റ്റ്. അവർക്ക് ആ ഒരു വിഷയത്തിൽ താല്പര്യം സൃഷ്ടിക്കണം, ആദ്യം ആ താല്പര്യം ഉണ്ടായിരിക്കണം അല്ലേ. ആ ഒരു അവയർനെസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ അതിൻ്റെ ആ ഒരു മോട്ടിവേഷൻ ശരിക്കും അത് മോട്ടീവ് ആവുള്ളൂ. ഇപ്പോൾ ഒരു മോട്ടിവേഷനിൽ ഒരു താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോഴല്ലേ അവർക്ക് അതിൻ്റെ ആ വിഷയമായിട്ട് അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ, ഒരു താല്പര്യപൂർവ്വം അത് കേട്ടുകൊണ്ടേയിരിക്കുകയുള്ളൂ. മേ സീക്ക് മോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി usefulness, limitations or applicability of the new idea or practice. അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വിഷയത്തിൽ അവർക്ക് ആ വിഷയത്തിൽ നിന്ന് കിട്ടുന്ന പുതിയ അറിവുകളും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അത് പ്രായോഗികമാക്കുക, പിന്നെ അതിൻ്റെ പരിമിതികളും അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക, അതിനകത്ത് പുതിയ ഐഡിയകളും അത് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, അതൊക്കെ ആ വിഷയത്തിൻ്റെ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഇൻട്രസ്റ്റിൻ്റെ പോയിന്റുകൾ വരുന്നത്. നമ്മുടെ മോട്ടിവേഷനിലെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഇൻട്രസ്റ്റ്, താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. അടുത്ത് വരുന്നത് ഇവല്യൂഷനാണ് വരുന്നത്. എന്താണ് ഇവല്യൂഷനിൽ എന്താ വരുന്നത്, ദെൻ ഇവാലുവേറ്റ്സ് ദി വേരിയസ് ആസ്പെക്ട്സ്. വിലയിരുത്തണം അല്ലേ. ഇപ്പോൾ ഓരോ മോട്ടിവേഷനിലും കാര്യങ്ങളൊക്കെ വിലയിരുത്തണം. ടു ഇവാലുവേറ്റ് ദി വേരിയസ് ആസ്പെക്ട്സ്. എങ്ങനെയുള്ളതാണ്, സോഷ്യലായിട്ടും സൈക്കോ സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവർ അത് വിലയിരുത്തണം. വേരിയസ് ആസ്പെക്ട്സ് എന്നാണ് പറയുന്നത്. ഓഫ് ദി ഇൻഫർമേഷൻ റിസീവ്ഡ്, അവർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനിൽ അവരത് കൃത്യമായിട്ട് ഇവാലുവേഷൻ ഇൻഫർമേഷനിൽ കൃത്യമായിട്ട് ഇവാലുവേഷൻ നടത്തണം. ഇഫ് നെസസറി ബൈ കൺസൾട്ടിങ് അതേഴ്സ്. ദി ഇവാലുവേഷൻ ഈസ് എ മെൻ്റൽ എക്സസൈസ് ആൻഡ് റിസൾട്ടിങ് ഡിസിഷൻ മേക്കിംഗ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ
കൃത്യമായിട്ടുള്ള ഒരു മെൻ്റൽ എക്സസൈസിങ് ആണ്. നമ്മളിപ്പോൾ ഒരു വിവരം ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു, നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്നു, നമ്മളതിനെ വിലയിരുത്തുന്നു. ഏതൊക്കെ തരത്തിൽ അത് സോഷ്യലായിട്ടും സൈക്കോ സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും നമ്മളതിന് വിലയിരുത്തുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് ലഭ്യമായേക്കാവുന്ന നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ എടുത്തിട്ട് അവിടെയാണ് ഇവാലുവേഷൻ വഴിയാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു തീരുമാനങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ, ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇവാലുവേഷൻ ഈസ് മെൻ്റൽ എക്സസൈസ് ആൻഡ് റിസൾട്ടിങ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മളതിന് കൃത്യമായിട്ട് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് അതിനെ വിലയിരുത്തിയതിന് ശേഷം നമുക്ക് ആ വിലയിരുത്തലിലൂടെയാണ് അവിടെയാണ് മെൻ്റൽ എക്സസൈസ് എന്ന് പറയുന്നത്, അവിടെയാണ് വിലയിരുത്തൽ നടത്തുന്നത്. അതുവഴിയാണ് നമുക്ക് നല്ലൊരു തീരുമാനങ്ങളിൽ എത്താൻ പറ്റുന്നത്. എൻ്റെ റിസൾട്ട് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എന്താ പോകുന്നത്? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഫൈനലി ഡിസൈഡ്സ് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ്, അതാണ് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ. നമ്മളിപ്പം ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടി, കയ്യിലേക്ക് കിട്ടി, നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം പിന്നെയാണ് ഫൈനൽ വരുന്നതാണ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഡിസിഷൻ മേക്കിങ്ങിലാണ് നമ്മളൊരു തീരുമാനം എടുക്കുക, വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ്, നമുക്കത് സ്വീകാര്യമാണോ അല്ലെങ്കിൽ അത് തള്ളിക്കളയണോ എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകുന്നത്. ഓക്കെ, ഫൈനലി ഡിസൈഡ്സ് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദി ന്യൂ ഐഡിയ, പ്രോഗ്രാം ഓർ പ്രൊപ്പോസൽ. ആ തന്നിരിക്കുന്ന പുതിയ ഐഡിയ അല്ലെങ്കിൽ പ്രൊപ്പോസൽ നമുക്ക് സ്വീകരിക്കണോ അല്ലെങ്കിൽ തള്ളിക്കളയണോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഏത് വഴിയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇവാലുവേഷൻ വഴിയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയത്തോടുള്ള താല്പര്യം ഉണ്ടാകുന്നു. ആ താല്പര്യം വഴി നമുക്ക് അതിനെ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് വരുന്ന ഡിസിഷൻ മേക്കിംഗ്. ആ പ്രൊപ്പോസല്, ആ പുതിയ ഐഡിയ, ഇത് ലാസ്റ്റ് സ്റ്റേജാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യമാകുന്നു. അത് നമുക്ക് സ്വീകരിക്കണോ അല്ലെങ്കിൽ തള്ളിക്കളയണോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വൈറ്റൽ ടു ലെൻഡ് സപ്പോർട്ട് ടു ദി ഡിസിഷൻ മേക്കിംഗ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിലെ ഒരു ഇതിൽ വായിച്ചു പോയല്ലേ, ഇന്റർപേഴ്സണൽ പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഗ്രൂപ്പ്, ടെക്നിക്കൽ പേഴ്സൺ, ഇതൊക്കെയാണ് നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്റർപേഴ്സണൽ ഗ്രൂപ്പുകളാണ്. നമ്മളോട് ചുറ്റുപാട്ടിരിക്കുന്ന ഇപ്പോൾ സുഹൃത്തുക്കളുണ്ടാവാം, ഓരോ ഗ്രൂപ്പുകളുണ്ടാവാം, ടെക്നിക്കൽ പേഴ്സൺ ഉണ്ടാവാം. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമ്മൾ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ, ആ തീരുമാനം നല്ല തീരുമാനങ്ങളാവാൻ നമ്മൾ പലരിടത്തും അഭിപ്രായങ്ങൾ ചോദിക്കും അല്ലേ. അത് തന്നെയാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരടുത്തും നമ്മുടെ ഫ്രണ്ട്സിനടുത്തും ഫാമിലി മെമ്പേഴ്സ് അതുപോലെ തന്നെ മറ്റുള്ളവരടുത്തൊക്കെ നമ്മൾ തീരുമാനങ്ങൾ ചോദിക്കും, അഭിപ്രായങ്ങൾ ചോദിക്കും. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് അത്. അതുവഴി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങളെടുക്കാൻ ഇത്തരത്തിലുള്ള ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ടാവും. ഇനി അടുത്ത എന്താ പറയുന്നത്? കൺവെൻഷൻ ടു ലീഡ് ടു ആക്ഷൻ, അഡോപ്ഷൻ ഓർ അക്സെപ്റ്റൻസ് ഓഫ് ന്യൂ ഐഡിയ. നമുക്കത് കൺവെൻഷൻ ലീഡ് ടു എന്തൊക്കെയാണ്? കൺവെൻഷൻ ലീഡ് ടു എന്തൊക്കെ പറയുന്നത്? ആക്ഷൻ, അഡോപ്ഷൻ ഓർ അക്സെപ്റ്റൻസ് ഓഫ് ന്യൂ ഐഡിയ. പുതിയ ഐഡിയകൾ നമുക്കത് അതിൻ്റെ ആക്ഷനും അഡോപ്ഷനും അല്ലെങ്കിൽ അക്സെപ്റ്റൻസൊക്കെ കൺവെൻഷൻ വഴി ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള 3 ടെക്നിക്കുകൾ അതിനകത്ത് പഠിച്ചു. ഇതിനകത്ത് മോട്ടിവേഷൻ മോഡിൽ അവെയർനെസ്, മോട്ടിവേഷൻ, അതുപോലെ തന്നെ ഇനി വരുന്നത് ആക്ഷനാണ് വരുന്നത്. ആക്ഷൻ എന്താ പറയുന്നത്? ഇതിനകത്തൊരു പോയിന്റ് കൂടി ഉണ്ട്. ദ ന്യൂ ഐഡിയ ഓർ റിക്വയർഡ് ബിഹേവിയർ ബിക്കം ദ പാർട്ട് ഓഫ് ഓൺ എക്സിസ്റ്റിംഗ് വാല്യൂസ്. ദിസ് ഈസ് കാൾഡ് എന്താ പറയുന്നത്? ദി ന്യൂ ഐഡിയ ഓർ അക്വയർഡ് ബിഹേവിയർ ബിക്കം പാർട്ട് ഓഫ് ഓൺ ഹിസ് ഓൺ എക്സിസ്റ്റിംഗ് വാല്യൂസ്. നമുക്കറിയാമല്ലേ, നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം എന്ത് വിഷയത്തിൽ തന്നെയാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുന്നത്? ദി ന്യൂ ഐഡിയ ഇൻ അക്വയറിംഗ് ബിഹേവിയർ ബിക്കം പാർട്ട് ഓഫ് ഹിസ് ഓൺ എക്സിസ്റ്റിംഗ് വാല്യൂസ്. പുതിയ ഐഡിയകൾ നമ്മുടെ നമ്മുടെ സ്വഭാവ രീതികളിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ബിക്കം പാർട്ട് ഓഫ് ഹിസ് ഓൺ എക്സിസ്റ്റിംഗ് വാല്യൂസ് അല്ലേ. നമ്മുടെ ലൈഫിൻ്റെ തന്നെ നല്ല മൂല്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ദിസ് ഈസ് കാൾഡ് ഇൻ്റർനലൈസേഷൻ.
പേരൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇൻ്റർനലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിൻ്റെ പറയുന്ന പേരാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് വരുന്നത് ആക്സെപ്റ്റൻസ്, അഡോപ്ഷൻ ഓർ ആക്സെപ്റ്റൻസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഈ കൺവിൻഷൻ എന്തിലേക്കൊക്കെയാണ് പോകുന്നത്. കൺവിൻഷൻ ലീഡ്സ് ടു ആക്ഷൻ, അഡോപ്ഷൻ ഓർ ആക്സെപ്റ്റൻസ് എന്ന് പഠിച്ചു. അതിൽ വരുന്നിരിക്കുന്ന അതാണ് അഡോപ്ഷൻ ഓർ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കൺവിൻഷൻ ലീഡ് ടു ആക്ഷൻ, അഡോപ്ഷൻ, അക്സെപ്റ്റൻസ് ഓഫ് ന്യൂ ഐഡിയ. നേരത്തെ വന്നിരിക്കുന്ന അതേ പോയിന്റ് വന്നിരിക്കുന്നതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. അത് പറഞ്ഞാൽ എന്താണ്, കൺവിൻഷൻ ലീഡ് ടു ആക്ഷൻ, അഡോപ്ഷൻ ഓർ അക്സെപ്റ്റൻസ് ഓഫ് ന്യൂ ഐഡിയ. കൺവിൻഷൻ തന്നെയാണ് നമുക്ക് ആ പുതിയ എന്തെങ്കിലും ഐഡിയ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡോപ്ഷനും ആക്ഷനോ അഡോപ്ഷനോ അക്സെപ്റ്റൻസിനും എല്ലാം കാരണമാവുന്നത്, അതിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മോട്ടിവേഷൻ മോഡൽ പഠിച്ചു, മെഡിക്കൽ മോഡൽ, മോട്ടിവേഷൻ മോഡൽ. അടുത്ത മൂന്നാമത് വരുന്നത് സോഷ്യൽ ഇൻ്റർവെൻഷൻ മോഡലാണ് വരുന്നത്. സോഷ്യൽ ഇൻ്റർവെൻഷൻ മോഡലിൽ എന്തൊക്കെയാണ് വരുന്നത്, സോഷ്യൽ എൻവയോൺമെൻറ്റ് വിച്ച് ഷേപ്സ് ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ലീഡ് ടു ചേഞ്ച്. സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ് കൃത്യമായിട്ട് ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ബിഹേവിയർ ചേഞ്ചിൽ കാരണമാകുന്നത്. നീഡ് ടു ബി ചേഞ്ച്ഡ്, കമ്മ്യൂണിറ്റി നീഡ് ടു ബി ചേഞ്ച്ഡ് എന്ന് പറഞ്ഞു. സോഷ്യൽ എൻവയോൺമെൻറ്റ് തന്നെയാണ്, അത് ജീവിക്കുന്ന സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും മറ്റ് കാര്യങ്ങളെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ആൻഡ് എഫക്റ്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദി പ്recise knowledge of human ecology and understanding the social interaction between the cultural, biological, physical and social environmental factor. അതല്ല പറയുന്നത് അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എഫക്റ്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷൻ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദി, എന്തിനൊക്കെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ഒരു നോളജ്, പ്recise നോളജ് ഓഫ് ഹ്യൂമൻ എക്കോളജി അല്ലെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ. അവർ സോഷ്യൽ ഇൻട്രാക്ഷൻ പറഞ്ഞാൽ ഏത് തരത്തിലുള്ളതാണ്, അവർ കൾച്ചറലായിട്ടും ബയോളജിക്കലായിട്ടും ഫിസിക്കലായിട്ടും സോഷ്യലായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനാണ് ഒരു മനുഷ്യനും ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ ഇൻട്രാക്ഷൻ വഴി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ ഇൻ്റർവെൻഷൻ മോഡൽ എന്ന് പറയുന്നത്. അതുവഴി തന്നെയാണ് ഒരു നമുക്കൊരു എഫക്റ്റീവായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാണ് ആ വ്യക്തി ഈ തലങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുമായിട്ട് ഇണങ്ങി പോകുന്നത്, അവരുമായിട്ട് സഹകരിച്ച് പോകുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് സോഷ്യൽ ഇൻ്റർവെൻഷൻ മോഡലിൽ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടൻറ്റ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടൻറ്റ്സ് അതിനകത്ത് വരുന്നത്? അതിനകത്ത് നിരവധി കണ്ടൻറ്റുകൾ വരുന്നുണ്ട്. ഹ്യൂമൻ ബയോളജി ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, ഹൈജീൻ ഉണ്ട്, അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഫാമിലി ഹെൽത്ത്, ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോള്, മെൻ്റൽ ഹെൽത്ത്, പിന്നെ പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻറ്റ്, യൂസ് ഓഫ് ഹെൽത്ത് സർവീസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് 8 പോയിന്റുകളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ 1 by 1 ആയിട്ട് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു പോകാം. ഫസ്റ്റിൽ വരുന്നത് ഹ്യൂമൻ ബയോളജിയാണ് പഠിക്കാനുള്ളത്. ഹ്യൂമൻ ബയോളജിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? കണ്ടൻറ്റ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കണ്ടൻറ്റുകളിലെ ഹ്യൂമൻ ബയോളജി, അണ്ടർസ്റ്റാൻഡിങ് ദി ബോഡി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. നമ്മുടെ ഒരിപ്പം ഹ്യൂമൻ ബയോളജിയിൽ നമുക്ക് കൃത്യമായിട്ട് ബോഡി സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷനുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. അടുത്ത് പറയുന്നത് എന്താ? പ്രൊമോട്ടിങ് ഫിസിക്കൽ ഫിറ്റ്നസ് ത്രൂ എക്സസൈസ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. നമുക്ക് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് എക്സസൈസ് വഴി, റെസ്റ്റ് വഴി, സ്ലീപ്പ് വഴിയൊക്കെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി. ഹ്യൂമൻ ബയോളജി ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ഫിസിക്കൽ ഫിറ്റ്നസ് പ്രൊമോട്ട് ചെയ്യാൻ കൃത്യമായിട്ടുള്ള എക്സസൈസ്, അതുപോലെ തന്നെ റെസ്റ്റ്, സ്ലീപ്പ് ഇതുവഴി ഫിസിക്കൽ ഫിറ്റ്നസ് പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി ചെയ്യാൻ പറ്റും. ഇനി എന്താ? റൈസിങ് അവയർനെസ് സബ്സ്റ്റൻസ് ഇമ്പാക്ട് സച്ച് ആസ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. നമുക്ക് ഈ മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുന്ന അതിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും, നമ്മുടെ ആരോഗ്യപരമായിട്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഇനി അഡ്രസ്സിങ് റീപ്രൊഡക്റ്റീവ് ബയോളജി ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമുക്ക് റീപ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ്, റീപ്രൊഡക്റ്റീവ് ബയോളജിയും അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും. അതാണ് ഹ്യൂമൻ ബയോളജിയിൽ
നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ പാർട്ടായിട്ട് വരുന്നത്. ഇനി ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഹെൽത്ത് എഡ്യൂക്കേഷൻ ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് ഗൈഡിങ് ഓപ്ഷണൽ ഡയറ്റ് ചോയ്സ് ആൻഡ് ഡിസ്പെല്ലിംഗ് പ്രെജുഡീസ്. കൃത്യമായിട്ടുള്ള ഡയറ്റ് ചാർട്ടുകളുണ്ട് ഇപ്പോൾ അല്ലേ? ഓരോ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡയറ്റ് ചാർട്ടുകളുണ്ട്. നമുക്ക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ജയിച്ച് ക്ലാസ്സുകൾ എടുക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഇതേപോലത്തെ ന്യൂട്രീഷൻ ക്ലാസ്സുകളാണ്. ന്യൂട്രീഷൻ ക്ലാസ്സുകൾ എടുക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ വരും. അപ്പം കൃത്യമായിട്ടുള്ള അതിൻ്റെ എന്തൊക്കെ തരത്തിലാണ് നമുക്ക് ന്യൂട്രീഷൻ ഒരു പോർഷൻ വരുന്നുണ്ട്, പഠിക്കാൻ വരുന്നുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ട് നമുക്ക് വിറ്റാമിനും മിനറലുകളും അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം ഏറ്റവും ആവശ്യമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ വേണ്ടി, ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷനുകൾ, ഡയറ്റ് ചാർട്ടുകൾ, എന്തൊക്കെയാണ് ആഹാരക്രമങ്ങൾ, ഇതൊക്കെയാണ് അത് ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂട്രീഷൻ ക്ലാസ്സുകളിലായിട്ട് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു അവബോധം കൃത്യമായിട്ടുള്ള അവബോധം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രൊമോട്ടിങ് ഹെൽത്തി ഡയറ്ററി ഹാബിറ്റ്സ് ആൻഡ് ഡിസ്പെല്ലിംഗ് ന്യൂട്രീഷണൽ മിസ്കൺസെപ്ഷൻസ് വരും അല്ലേ? നമുക്ക് ഹെൽത്തി ഡയറ്ററി അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. കണക്റ്റിംഗ് ഡയറ്ററി ഹാബിറ്റ്സ് ടു ക്രോണിക് ഡിസീസ്. ഈ ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഡയബറ്റിസ്, അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് അവർക്ക് അവബോധം ക്ലാസ്സുകൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും മറ്റ് അതിൻ്റെ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാനൊക്കെ അവർ സഹായിക്കും. ഓക്കെ, അതാണ് ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇനി ഹൈജീനിലേക്ക് വരുമ്പം പേഴ്സണൽ ഹൈജീനിങ് ഉണ്ട്. ഹൈജീനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പേഴ്സണൽ ഹൈജീനിങ്, ബാത്തിങ്, ക്ലോത്തിങ്, ഹാൻഡ് വാഷിംഗ് ടെക്നിക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കാരണം ഹാൻഡ് വാഷിങ്ങിന് നിരവധി ടെക്നിക്കുകൾ വഴിയാണ് ഹാൻഡ് വാഷിങ്. നമ്മൾ ചുമ്മാ കയ്യിൽ വെള്ളം ഒഴിച്ച് സോപ്പിട്ട് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഒഴിച്ച് കഴുകുകയല്ല. ഹാൻഡ് വാഷിങ്ങിൻ്റെ ടെക്നിക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് കഴുകേണ്ടത്, അത് ഉള്ളം കൈ കഴുകണം, വിരലുകളുടെ ഇടയിൽ കഴുകണം, വിരലുകളുടെ തുമ്പുകൾ കഴുകണം, അതേപോലെ തന്നെ ഈ കൈയിൻ്റെ പുറഭാഗം കഴുകണം, നമ്മുടെ റിസ്റ്റ് ഭാഗം കഴുകണം. എത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഹൈജീനെ കുറിച്ചിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ് ഏറ്റവും എഫക്റ്റീവാണ്. കാരണം ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല, കൃത്യമായിട്ടുള്ള ഹാൻഡ് വാഷിംഗ് മെത്തേഡുകൾ എന്താണെന്ന് അറിയില്ല. അതുവഴി ധാരാളം അസുഖങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അല്ലേ? കാരണം ഇപ്പോൾ ഈ ഫുഡ് ഹാൻഡ്ലിംഗ് ഒക്കെ അൺഹെൽത്തി ആയിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫുഡ് പോയ്സണൊക്കെ വരുന്ന നിരവധി സ്ഥാപനങ്ങളിലൊക്കെ ഈ ഫുഡ് പോയ്സണിംഗ് ഒക്കെ വരുന്നത് ഇത്തരം അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് ഹാൻഡ്ലിംഗ് കൊണ്ടാണ്. അവരത് എടുക്കുന്ന കൈകൾ കൊണ്ട് എടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ എടുക്കുന്ന കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പരിചരണങ്ങളൊന്നും കൊടുക്കുന്നില്ല. പാത്രങ്ങളും അതേപോലെ തന്നെ കൈകളൊന്നും നല്ല രീതിയിൽ ശുചിയാവുന്നില്ല. അത് കാരണമൊക്കെ തന്നെയാണ് അസുഖങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ബാത്തിങ്ങും ക്ലോത്തിങ്ങും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തൊക്കെ രീതിയിലാണ് അത് ഓരോ അവസ്ഥകൾക്ക് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ചൂട് കാലങ്ങളിൽ നമുക്ക് ക്ലോത്തിങ്ങിൽ എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കാം? ചൂട് കാലങ്ങളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോട്ടൺ ഡ്രസ്സുകൾ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാം. കാരണം ചൂടിനെ പ്രതിരോധിക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താനും അതിൻ്റെ കൂടാതെ അതിനൊക്കെ നമുക്ക് ഈ ക്ലോത്തിങ്ങിൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഡെങ്കിപ്പനി സീസൺ, ഡെങ്കി ഔട്ട് ബ്രേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലോത്തിങ്ങിൻ്റെ കാര്യത്തിൽ പറയാം. ശരീരം മൊത്തമായിട്ട് പൂർണ്ണമായിട്ടും മൂടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാം അല്ലേ? അപ്പോൾ ഹൈജീൻ്റെ ഭാഗമായിട്ട് വൃത്തിയുള്ളതും അതേപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു വൃത്തിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ഹൈജീനിൽ നല്ല ആരോഗ്യമുള്ള നല്ല വൃത്തിയുള്ള ശരീരത്തിലാണ് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നമുക്ക് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആരോഗ്യ വിദ്യാഭ്യാസം വഴി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ? അതൊക്കെ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കണ്ടൻറ്റുകളിൽ വരുന്നതാണ്. ഇനി നമുക്കിപ്പോൾ പേഴ്സണൽ ഹൈജീനാണ് പറഞ്ഞത്. ഇനി എൻവയോൺമെൻറ്റൽ ഹൈജീനിലേക്ക് വരുമ്പോൾ നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള ഹൈജീനിലേക്ക് വരുമ്പോൾ, ശുചിത്വത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഹോം സാനിറ്റേഷൻ, നമ്മുടെ വീട് വൃത്തിയായിരിക്കണം, വീട് എപ്പോഴും വൃത്തിയായിരിക്കണം. അതേപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ, നമ്മൾ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. മാലിന്യങ്ങൾ എങ്ങനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു. ഇനി അടുത്ത് വരുന്നത് വെക്ടർ കൺട്രോളുകൾ, മെഷർമെൻറ്റുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അഡ്രസ്സിങ് കൾച്ചറൽ റൂട്ട്സ് ഓഫ് ഫോർ സാനിറ്ററി പ്രാക്ടീസസ്. നമുക്ക് അറിയാമല്ലേ, ഈ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും.
അവർക്ക് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഏറ്റെടുക്കാൻ ആദ്യമേ ഒരു മനപ്രയാസം ഉണ്ടെങ്കിലും കൂടെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ ഹൈജീനിലേക്കും അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീനിലേക്കും അവർക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഹൈജീൻ. പേഴ്സണൽ ഹൈജീനും എൻവയോൺമെൻറ്റൽ ഹൈജീനും പഠിച്ചു. ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഫാമിലി ഹെൽത്താണ്. എന്താണ് ഫാമിലി ഹെൽത്തിൽ എന്താ പറയുന്നത്? കുടുംബാരോഗ്യം എന്ന് പറയും അല്ലേ. അതെന്താ പറയുന്നത്? റെക്കഗ്നൈസേഷൻ ഫാമിലീസ് റോൾ ഇൻ വെൽ ബീയിങ്. എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുക. റെക്കഗ്നൈസിങ് ദി ഫാമിലീസ് റോൾ ഇൻ വെൽ ബീയിങ്, അതിന് വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. നല്ല രീതിയിലുള്ള കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. ഫോസ്റ്ററിങ് ഫാമിലി സെൽഫ് റിലയൻസ് ഇൻ ചൈൽഡ് കെയറിങ് ആൻഡ് സെൽഫ് കെയറിങ് അല്ലേ. കുട്ടികളെ വളർത്തുന്നതും അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ സെൽഫ് റിലയൻസ് ഇൻ ചൈൽഡ് ബിയറിങ്, കുട്ടികൾ അവരുടെ കുടുംബത്തിൽ അവരുടെ കുട്ടികളിൽ അത് വളർത്തുന്ന തന്നെ സെൽഫ് കെയറും ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ എന്തൊക്കെ തരത്തിലാണ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ടുള്ള ഒരു ഭാഗമാണ് ഫാമിലി ഹെൽത്ത് വരുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ഫാമിലികൾ വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഹൗസ് വിസിറ്റുകൾ വരും. നമുക്ക് ഡേ ബ്ലോക്കുകളുണ്ട്. നമുക്ക് ഏരിയയിൽ നമുക്ക് കൃത്യമായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഫാമിലി ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇൻഫ്ലുവൻസിങ് ചൈൽഡ് ടു അഡോപ്റ്റ് ഹെൽത്തി, കൃത്യമായിട്ട് കുട്ടികൾ നല്ല രീതിയിലുള്ള ആരോഗ്യം നേടിയെടുക്കുന്നതിനും ആരോഗ്യപരമായി നല്ല നിലവാരം പുലർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത് വരുന്നത് ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോളാണ് വരുന്നത് അല്ലേ. ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? രോഗങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അപ്പോൾ എന്തായാലും എന്താ വരുന്നത്? എംഫസൈസിങ് എഡ്യൂക്കേഷൻ റോൾ ഇൻ ഡിസീസ് എറാഡിക്കേഷൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള അവബോധം കൊടുക്കുക, അത് വലിയ രീതിയിൽ എല്ലാവരിലും കൊടുക്കുക. ഓരോ അസുഖങ്ങളും നമുക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം. അത് ഫസ്റ്റ് തുടങ്ങേണ്ടത് തന്നെ ഇൻഡിവിജ്വലായിട്ട് തുടങ്ങണം, ഫാമിലി പരമായിട്ട് തുടങ്ങണം, ഗ്രൂപ്പായിട്ട് തുടങ്ങണം. ഇങ്ങനെയെല്ലാം ഏറ്റവും താഴെ തട്ടുന്നത് തുടങ്ങിയാൽ മാത്രമാണ് നമ്മൾ ഓരോ അസുഖങ്ങളും നമുക്കത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നമുക്കൊരു അസുഖം നമുക്ക് ഇറാഡിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എംഫസൈസിങ് എഡ്യൂക്കേഷൻ റോൾ ഇൻ ഡിസീസ് ഇറാഡിക്കേഷൻ അല്ലേ. കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ അവർക്ക് ആ വിദ്യാഭ്യാസം കൊടുക്കണം. നമുക്കത് ഈ അസുഖം ഇവിടെ നിന്ന് ഇല്ലാതാക്കണമെങ്കിൽ ഇന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തേ മതിയാവൂ, എല്ലാവരും അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം എന്നൊക്കെ കൃത്യമായിട്ടുള്ള ഈ ഒരു വിദ്യാഭ്യാസം കൊടുത്താൽ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പ്രിവെൻറ്റിങ് ആൻഡ് കൺട്രോളിങ് ലോക്കലി എൻഡമിക് ഡിസീസ് അല്ലേ. ലോക്കലി എൻഡമിക് ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? നമുക്ക് പെട്ടെന്ന് വരുന്ന അസുഖങ്ങളുണ്ട്. അതിന് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു അസുഖം വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു അസുഖം വരുമ്പോൾ ഈ സ്ഥലത്തുള്ള ആളുകൾ പരിഭ്രാന്തിപ്പെടാതെ അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സ്വയമേ ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി നമുക്ക് സാധ്യമാവും. ലിങ്കിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടു സക്സസ്ഫുൾ എറാഡിക്കേഷൻ പ്രോഗ്രാം അല്ലേ. നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അത് എന്താ പറയുന്നത്? ലിങ്കിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടു സക്സസ്ഫുൾ എറാഡിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നതല്ലേ. നമ്മൾ അസുഖങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രോഗ്രാമുകളിൽ ആരോഗ്യ വിദ്യാഭ്യാസം വളരെയധികം ചലനം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമുക്ക് നിരന്തരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് അത്ര അസുഖം മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് അത് മനസ്സിലാക്കി ചെയ്യിപ്പിച്ച് നമ്മൾ അസുഖം ഇല്ലാതാക്കുന്ന രീതിയിൽ വരെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് സാധ്യമാവുന്നുണ്ട്. ഇനി എന്താ വരുന്നത്? ഇനി അടുത്ത് വരുന്നത് മെൻ്റൽ ഹെൽത്താണ്, മാനസിക ആരോഗ്യമാണ് വരുന്നത്. മാനസിക ആരോഗ്യത്തിൽ എന്താ വരുന്നത്? അഡ്രസ്സിങ് മെൻ്റൽ ഹെൽത്ത് ചേഞ്ചസ് ഡ്യൂറിങ് ക്രിട്ടിക്കൽ ലൈഫ് പീരീഡ്, എൻകറേജിങ് ഹെൽത്തി റിലേഷൻഷിപ്പ് ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ്, പ്രൊവൈഡിങ് സപ്പോർട്ട് ഡ്യൂറിങ്. എന്തൊക്കെയാണ് ഈ മാനസിക ആരോഗ്യത്തിനകത്ത് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി എന്തൊക്കെ ചെയ്യാനാണ് പറ്റുക? അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു മാനസികാരോഗ്യത്തിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കണ്ടൻറ്റുകളാണ് പറയുന്നത്. അപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും ചലഞ്ചിങ് പീപ്പിൾസ്, എന്തെങ്കിലും
എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ അഡ്രസ്സിങ് ദി മെൻ്റൽ ഹെൽത്ത് ചേഞ്ചസ് ഡ്യൂറിങ് ക്രിട്ടിക്കൽ ലൈഫ് പീരീഡ്. അവർക്ക് ആ ഒരു ജീവിതത്തിൻ്റെ സമയത്ത് അങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ എൻകറേജിങ് ഹെൽത്ത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു നല്ല ഒരു 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 നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, നല്ലൊരു ബന്ധങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, അവർക്ക് അതിലുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും അല്ലേ. ഇപ്പം മാനസികമായിട്ട് എന്തെങ്കിലും ഡൗൺ ആയിരിക്കുന്ന ആളുമായിട്ട് നല്ല ബന്ധം പുലർത്തുക, അവരുടെ അടുത്ത് നിരന്തരമായിട്ട് സംസാരിക്കുക, നിരന്തരമായിട്ട് ഓരോ ആക്ടിവിറ്റീസുകളെ അവരെ പങ്കാളിത്തപ്പെടുത്തുക, ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതുവഴി അവരുടെ മാനസിക ആരോഗ്യം നല്ല രീതിയിലുള്ള ഒരു നല്ല ആരോഗ്യമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. പ്രൊവൈഡിങ് സപ്പോർട്ട് എന്താ പറയുന്നത്, ഡ്യൂറിങ് അത്തരത്തിലുള്ള സമയങ്ങൾ അവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അതാണ് മെൻ്റൽ ഹെൽത്തിൽ നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത്തരത്തിലുള്ള അവസ്ഥകൾ വരുമ്പോൾ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് നല്ല റിലേഷൻഷിപ്പുകൾ വഴി അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റും. അതുവഴി അവർക്ക് നല്ല രീതിയിലുള്ള മാനസികാരോഗ്യം കൈവരിക്കാൻ പറ്റും. ഇനി അടുത്ത് വരുന്നത് പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻറ്റ്സ് ആണ് അല്ലേ, അപകടങ്ങൾ ഒഴിവാക്കുക. റെക്കഗ്നൈസിങ് ആക്സിഡൻറ്റ്സ് ആസ് എ ഫെയിലിയർ ഇൻ മോഡേൺ ലൈഫ്. Recognizing accidents as a features of modern life. Directing safety education to homes, roads and workplace. Tackling accident prevention through the addressing കെയർലെസ്നെസ്. എന്താ പറയുന്നത്, ഈ ആക്സിഡൻറ്റുകൾ എങ്ങനെയുണ്ടാകുന്നത്, നമുക്ക് ശ്രദ്ധയില്ലാതെ വരുന്നതാണ് ആക്സിഡൻറ്റുകൾ വരുന്നത്. അപ്പം ഈ ആക്സിഡൻറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ആ ഒരു സേഫ്റ്റി എഡ്യൂക്കേഷനുകൾ കൊടുക്കണം. അത് വീടിൽ നിന്നാണെങ്കിലും നമുക്ക് ആക്സിഡൻറ്റ് സേഫ്റ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ റോഡുകളിൽ ഇപ്പം നിരന്തരമായിട്ട് ഇപ്പോൾ റോഡുകളൊക്കെ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളുണ്ട്, കൃത്യമായിട്ടുള്ള അവബോധനമായിട്ടുള്ള നിരന്തരം ബോർഡുകളുണ്ട്. അതുപോലെ തന്നെ റോഡ് ആക്സിഡൻറ്റുകൾ കുറയാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ക്യാമറകളുണ്ട് ഓവർ സ്പീഡിനൊക്കെ പോകുമ്പം. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്, അതുപോലെ ഹെൽമെറ്റ് ഇല്ലാതൊക്കെ പോകുമ്പോൾ നമ്മളെ പിടികൂടാൻ വേണ്ടിയിട്ട് നിരവധി ക്യാമറകളും കാര്യങ്ങളും, അതൊക്കെ ഒരു സേഫ്റ്റി എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നൊക്കെ കൊടുക്കാൻ പറ്റും, വീടിൽ നിന്ന് കൊടുക്കാൻ പറ്റും, സേഫ്റ്റി എഡ്യൂക്കേഷൻ കൊടുക്കാം, വീടിനുള്ളിൽ നിന്ന് കൊടുക്കാം. അതുപോലെ തന്നെ റോഡിൽ നിന്ന് ഇതുപോലെ സിമ്പലുകളും സൈൻ ബോർഡുകളും വഴി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വർക്ക് പ്ലേസുകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സേഫ്റ്റി എഡ്യൂക്കേഷൻ കൊടുക്കാം. അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ മെഷേഴ്സുകൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം വർക്ക് പ്ലേസുകൾ എന്തൊക്കെയാണ് ഇപ്പം ഉപയോഗിക്കുന്ന ഗ്ലൗസ്, അതുപോലെ തന്നെ ഹെൽമെറ്റ്, ഗ്ലാസ്സുകൾ, പിന്നെ അതുപോലെ ബൂട്ടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ധരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യണമെന്നൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ അപകടങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻറ്റുകൾ ഇല്ലാതാക്കുന്നതിനും കാര്യങ്ങളും ചെയ്യുന്നത്. അടുത്ത് വരുന്നത് എന്താ, യൂസ് ഓഫ് ഹെൽത്ത് സർവീസ് ആരോഗ്യ സേവനങ്ങൾ ഉപയോഗപ്രദമാക്കുക. എന്താ പറയുന്നത്, ബ്രിഡ്ജിങ് ദി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി പബ്ലിക് ആൻഡ് ദി ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിന്, ഇപ്പം സാധാരണക്കാരും അതുപോലെ തന്നെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്നതാധികാരികളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കുന്നതാണ് എന്ത് വരുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ. ഹെൽത്ത് സർവീസ് അതുപോലെ തന്നെ ഹെൽത്ത് സർവീസ് അധികാരികളിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സേവനം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാരിലും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കുന്ന ഒരു ബ്രിഡ്ജായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ ഒരു ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്താ വേണ്ടത്, ഇപ്പോൾ ആരോഗ്യപരമായിട്ട് അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് പറയുന്നു, നമ്മളത് നേരെ അധികാരികളിലേക്ക് എത്തിക്കുന്നു, അവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കുന്നു. ഇത് ഒരു ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുന്നു. ഇൻഫർമേഷൻ ദി പബ്ലിക് അബൌട്ട് ദി അവൈലബിൾ നീഡ് ഹെൽത്ത്, നമുക്ക് കൃത്യമായിട്ട് അവർക്ക് നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഫീൽഡിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും അസുഖമായിട്ട് ചിലവർക്ക് എന്തെങ്കിലും അസുഖമായിട്ട്
ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇന്ന സമയത്ത് ഇന്ന സ്ഥലങ്ങളിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, അവിടെ ഈ മരുന്നുകൾ ലഭ്യമാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു സഹായമാകും. അതാണ് പറയുന്നത്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കൃത്യമായിട്ടുള്ളൊരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ആ ഒരു ഹെൽത്ത് സർവീസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ചിലവർക്ക് ബെഡ് ഹിഡനാവും, ചില കിടക്കുന്ന രോഗികളാവും, അവർക്ക് മരുന്നെത്തിക്കാനും കാര്യങ്ങളുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നമുക്ക് സർവീസിലുണ്ട്. നമുക്കിപ്പം വോളണ്ടറി വർക്കേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ആശാ വർക്കേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുമായിട്ട് ഇവരുടെ അവസ്ഥ പറഞ്ഞാൽ അവർ ഡോക്ടറുമായിട്ട് നമ്മളിപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ ചെയ്തിരുന്നു. ക്വാറൻറ്റൈൻ സമയത്ത് മരുന്നുകൾ എത്തിക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു, ഇന്ന രീതിയിലാണ് അസുഖം, ഇന്ന രീതിയിലാണ് ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുക്കുന്നു, അത് മേടിച്ചു കൊണ്ടുപോയി ആ വീട്ടിലെത്തിക്കുന്ന അത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാനുള്ള വളണ്ടിയർമാരും അതേപോലെ തന്നെ വർക്കേഴ്സും എല്ലാം ഈ ഹെൽത്ത് സർവീസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അത് ആ ഒരു സേവനം, ആ ഒരു സംവിധാനം കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. എൻകറേജിങ് യൂട്ടിലൈസേഷൻ ഓഫ് ഹെൽത്ത് കെയർ, ആരോഗ്യ സേവനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹനം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റിസോഴ്സസ് ഇൻക്ലൂഡിങ് സ്ക്രീനിങ് പ്രോഗ്രാംസ് ആൻഡ് ഫാമിലി പ്ലാനിങ് സർവീസും ഇത്തരം കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ സർവീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പം ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കണ്ടൻറ്റുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് പോവുക. നോട്ടുകൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിച്ചു പോവുക. അപ്പം സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കണം. വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഭാഗമായിട്ട് വരാം. ഓക്കെ.